ഇനി നമ്മളൊരു ചുരിദാർ ടോപ്പിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കാട്ടോ. ഒരു തയ്ച്ച ടോപ്പിൽ നിന്ന്, തയ്ച്ച തുണി, സ്യൂൺ ക്ലോത്ത് എന്ന് പറയും. അപ്പോൾ ഈ തയ്ച്ച തുണിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കണ വിധം ഉണ്ടാവും. കഴുത്തിന് ചാരിയിട്ട് ഷോൾഡർ മുതൽ ആ സ്ട്രൈറ്റിൽ പിടിക്കുക. ഇതുണ്ടോ, 40.5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത് എടുക്കണം. കഴുത്തിൻ്റെ ലെങ്ത്ത് ഇതുപോലെ കണ്ടോ, അങ്ങനെ ഷോൾഡറിന് ചാരി പിടിച്ചിട്ട് 5 ഇഞ്ചാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ ലെങ്ത്ത്. ഇനി ബാക്കിലെ കഴുത്ത് ഇതാ ഇങ്ങനെ വയ്ക്കുക, കറക്റ്റാക്കിയിട്ട് മുകളിൽ. അപ്പം മുകൾ ഭാഗം താഴെയാണോ മേലെയാണോ എന്ന് നമുക്ക് തിരിച്ചറിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇതുപോലെ ലെവലായിട്ടുള്ള എന്തെങ്കിലും മുകൾ ഭാഗത്ത് വയ്ക്കുക. ഒരു സ്കെയില് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ കട്ട് ചെയ്യണ സമയത്ത്, അത് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ കറക്റ്റ്. ഇനി ഫ്രണ്ടിലെ കഴുത്തും ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം ലെങ്ത്ത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഷോൾഡർ ഇത് കണ്ടോ 3 ഇഞ്ചാണ് ഈ ഷോൾഡറിൻ്റെ അളവ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആം ഹോള്, റിഗാൾ എന്ന് പറയും, കൈക്കുഴി എന്ന് പറയും. അത് കണ്ടോ ഇതുപോലെ ചുറ്റളവിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 9.5 ഇഞ്ചാണ് ഈ കൈക്കുഴിയുടെ അളവ് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, നീ നമ്മൾ താഴത്തേക്ക് സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ അളവുകൾ എടുത്തിട്ട് പോരുക. ഇതാണ് ചെസ്റ്റ് അളവ്. ഈ കച്ചക്കുഴിയുടെ അവിടെ നിന്ന് കറക്റ്റായിട്ട് ഏകദേശം വലിച്ച് പിടിച്ചിട്ട് ഇതുവരെ ഇവിടെ കണ്ടോ ഒരു 19.25 അവിടെ അളവ്. ഇനി രണ്ടാമത്തെ അളവ് ഇതാണ് ബസ്റ്റ് അളവ് കേട്ടോ. ബ്രസ്റ്റ് ആ ഭാഗങ്ങളിലെ അളവ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെയും നമുക്ക് ഇത് കണ്ടോ ഒരു 2.5 ഇഞ്ച് 3 ഇഞ്ച് താഴ്ത്തിയിട്ടൊക്കെയാണ് ഇത് വരിക ശരിക്കും ഈ അളവ്. അവിടെയും നമുക്ക് കിട്ടിയിട്ടുള്ള 19.25. ഇനി ഇവിടെ ഇതാണ് ആ ഷേപ്പുള്ള ഭാഗം, അവിടെയാണ് നമ്മൾ ഈ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വേസ്റ്റ് അളവ് എന്നൊക്കെ പറയും ശരിക്ക്, പക്ഷേ ഇത് ഷേപ്പ് എന്നാണ് നമ്മൾ പറയുക ശരിക്ക്. അപ്പോൾ ഇവിടുത്തെ അളവ് കണ്ടോ, ആ അറ്റം മുതൽ ഈ അറ്റം വരെ 17.5 ഇഞ്ച്. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് എഴുതിയെടുക്കണം കേട്ടോ, ഓർഡറായിട്ട് നമ്മൾ എഴുതിയെടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ ആ സ്ലിറ്റ് തുടങ്ങുന്ന ഭാഗം, സൈഡ് ഓപ്പണ് തുടങ്ങുന്ന ഭാഗം, അവിടെയാണ് ഇത് എടുക്കണം കേട്ടോ. അതിനെ ഹിപ്പ് എന്നും പറയും. അപ്പോൾ അവിടുത്തെ അളവ് ഇതേപോലെ ആ തല മുതൽ ആ സൈഡ് ഓപ്പൺ തുടങ്ങണ അവിടെ മുതൽ ഈ തല വരെ ഇതാണ്ടോ 20 ഇഞ്ചാണ് അവിടുത്തെ അളവ്. അതും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഈ ടോപ്പിൻ്റെ ഏറ്റവും അടിഭാഗത്തെ അളവ് ബോട്ടം എന്ന് പറയും, ഫ്ലെയർ എന്നൊക്കെ പറയും. ഇതിങ്ങനെ സ്ട്രൈറ്റായിട്ട് പിടിച്ചിട്ട് അളന്ന് നോക്കുക. ഇതുണ്ടോ ഈ ആ ഒരു തല മുതൽ ഈ തല വരെ 22.25 ഇതിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത് നമുക്ക്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അളവാണ് എടുക്കാനുള്ളത്. സ്ലീവിൻ്റെ അളവ് ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഷോൾഡർ താഴേക്ക് ഇറക്കാനോ മുകളിലേക്ക് കയറ്റാനോ ഉണ്ടോ നോക്കിയിട്ട് അവിടെ മുതൽ കറക്റ്റാക്കിയിട്ട് കയ്യിൻ്റെ താഴെ വരെ അറ്റം വരെ എടുക്കുക. അറ്റം വരെ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് 15 ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ. ഇനി ഈ സ്ലീവിൻ്റെ റൗണ്ട് ഭാഗം, ഏറ്റവും അടിഭാഗം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 5 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഈ ആം റൗണ്ട് അത് നമുക്ക് എടുക്കണം. ഇത് ഈ ചുരിദാറിന് കുറച്ച് ചുളിവൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെടുത്ത് മെഷർമെൻറ്റിന് വന്ന ചുരിദാറാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇതാണ് ആം റൗണ്ട്. ഇവിടെ കണ്ടോ നമുക്കൊരു 7.5 ഇഞ്ച് അളവ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അളവുകൾ എടുക്കണം ഒരു ടോപ്പിന്. ഇനി നമ്മളൊരു പാൻറ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കണം കേട്ടോ. ഒരു തയ്ച്ച പാൻറ്റിൻ്റെ സ്യൂൺ ക്ലോത്ത് എന്ന് പറയും. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ലെങ്ത്താണ്. ലെങ്ത്ത് വേണം, പിന്നെ അതുകൊണ്ട് ഹിപ്പിൻ്റെ ഭാഗം വേണം, ഈ തൈയുടെ ഭാഗം വേണം, ഏറ്റവും അടിഭാഗത്ത് റൗണ്ട് വേണം, നീയുടെ മുട്ടിൻ്റെ ഭാഗം വേണം. അപ്പോൾ ഇങ്ങനെ ലെങ്ത്ത് എടുക്കുമ്പോൾ അതുകൊണ്ട് സെൻറ്ററിലൂടെ നമ്മൾ ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 ഇഞ്ചോളം വ്യത്യാസം വരും. നമ്മൾ ശരിക്കും ലെങ്ത്ത് എടുക്കേണ്ടത് പാൻറ്റിൻ്റെ ഈ സൈഡിലൂടെയാണ്, ഈ പോക്കറ്റ് വരുന്ന ഭാഗത്താണ് നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത്. ഇതുണ്ടോ ഇതുപോലെ ഏറ്റവും മുകളിൽ നിന്ന് ആ ശരീരത്തോട് ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ ഈ തുണിയോട് ചേർത്ത് പിടിച്ചിട്ട് ഇതുപോലെ വേണം ഈ പാൻറ്റിൻ്റെ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കണ്ടോ നേരത്തെ എടുത്തതിനേക്കാളും 1/2 ഇഞ്ച് നമുക്ക് കൂടുതൽ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കാറുള്ളത്. ഇനി ഇത് കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ആ മുട്ടിൻ്റെ ഭാഗത്തെ അളവ് നമുക്ക് കിട്ടണം. അതുപോലെ അപ്പോൾ ആ മുട്ടിൻ്റെ ഭാഗത്തെ അളവ് കിട്ടുമ്പോൾ അവിടെ എത്ര ലെങ്ത്തിലാണ്
അവിടുത്തെ അളവ് നോക്കണം. താഴത്തുനിന്ന് ഒരിക്കലും മെഷർമെൻ്റ് എടുക്കരുത്. ഇത്ര ഹൈറ്റിൽ ഇത്ര ലൂസ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് എത്രയാണോ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യുക, ആ ലെങ്ത്തിൽ ഇത്ര വിഡ്ത്ത്, ഇത്ര വണ്ണം, ഇങ്ങനെയാണ് പനിയുടെ മുട്ടിൻ്റെ ഭാഗമൊക്കെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് വേണ്ടത് താഴത്തെ ഭാഗം ഇതുപോലെ കാലിൻ്റെ പാൻറ്റിൻ്റെ അടിഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. എത്രയാണോ വരുന്നത് അത് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കസ്റ്റമർ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുണ്ടോ, ഇതിന് എലാസ്റ്റിക്കാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ളത് എലാസ്റ്റിക് തന്നെയാണ്. എല്ലാവരും എലാസ്റ്റിക് പാൻറ്റാണ്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് ആണോ കറക്റ്റായിട്ട് എടുക്കുക. എത്രയാണോ കിട്ടുന്നത് അത് അത്ര എഴുതി വെക്കുക. എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് ആണ് ശരിക്കും നമുക്ക് ഒരു 36 ഇഞ്ച് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ചൊക്കെ കുറച്ചാൽ മതി. ഒരു 32 എലാസ്റ്റിക് ഇട്ടാൽ മതി. ഇനി കണ്ടോ, ഈ ഫ്രണ്ട് റൈസ് എന്ന് പറയും, ഈ ഇതിൻ്റെ പാൻറ്റിൻ്റെ റിഗാള്, അത് ശരിക്കും ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് എത്രയാണ് നോക്കുക. ഇവിടെ കണ്ട ഒരു 12.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. ഇതൊക്കെ ശരിക്കും അതിൻ്റെ കറക്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ബാക്ക് ഭാഗത്തും ഇതുപോലെ ആ ഒരു ബാക്ക് റൈസ് അത് എത്രയാണോ നോക്കുക. ശരിക്കും ബാക്ക് റൈസ് എന്ന് പറയുമ്പോൾ ഈ ഭാഗം ശരിക്കും ബട്ടക്സിൻ്റെ മുകൾ ഭാഗം ശരിക്കും പൊങ്ങി നിൽക്കണം കേട്ടോ. അപ്പോഴുള്ളൂ ശരിക്കും ഈ പാൻറ്റൊക്കെ ഉള്ളിലേക്ക് കയറാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ പാൻറ്റിൻ്റെ സൈഡ് ഭാഗം കയറി നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഇത് സാധാരണ 2 പീസ് പാൻറ്റാണ്. 4 പീസ് പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ, ഫോർമൽ പാൻറ്റൊക്കെ തയ്ക്കുമ്പോൾ മുകളിൽ ടൈപ്പ് വെച്ച് കണ്ടോ ഇതുപോലെ മുകളിലേക്ക് കയറിയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് ആ ബട്ടക്സിൻ്റെ ഭാഗത്ത്, സീറ്റ് ഭാഗത്ത് നമുക്ക് ലൂസ് കിട്ടും. അപ്പോൾ ഈ പാൻറ്റ് കയറിപ്പോവില്ല. ഇനി ഇതിൻ്റെ ഹിപ്പ് ഭാഗം, ഈ സീറ്റ് ഭാഗം അത് എത്രയാണോ അത് നമ്മൾ വലിച്ച് ഇതുപോലെ അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ ആ തൈയുടെ അളവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, കാലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ അളവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അളവുകൾ ഈ ഒരു പാൻറ്റിന് എടുക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ട് വേണം ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മുകളിലത്തെ അങ്ങനെ വരണം ശരിക്കും ബാക്ക് ഭാഗം. ഇവിടെ ഈ ഒരു സീറ്റ് ഭാഗം വരുന്ന അളവ് അത് നമ്മൾ കൂട്ടാനുണ്ടോ കുറയ്ക്കാനുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കസ്റ്റമർ എവിടേക്കാണ് ലൂസ് കൂട്ടാൻ പറഞ്ഞിട്ടുള്ളത്, എവിടേക്കാണ് ലൂസ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെഷർമെൻറ്റ് എഴുതാനെടുക്കണം. ഒരു പേപ്പറിൽ ആദ്യം അതൊക്കെ എഴുതി വെക്കുക.